നമസ്കാരം. കാര്യവട്ടത്ത് നിർത്തിയ ഇടത്തു നിന്ന് തന്നെ ഇഷാൻ വീണ്ടും തുടങ്ങി. കേവലം സന്നാഹ മത്സരത്തിന്റെ ആവേശമായിരുന്നില്ല പിന്നീട് കണ്ടത്. സഞ്ജുവിന് പകരക്കാരനായി ഓപ്പണറായി പ്രമോഷൻ കിട്ടിയ ഇഷാൻ കിഷൻ കളം നിറഞ്ഞാടിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ ശരിക്കും വെള്ളം കുടിച്ചു. പുതിയ റോളിലേക്ക് ടീം ഇഷാന് പ്രമോഷൻ നൽകിയത് തെറ്റിയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഒരു പ്രകടനം. സഞ്ജുവിനെ താഴെ ഇറക്കി പകരം ഇഷാനെ ആ സ്ഥാനത്ത് ഇറക്കി പിന്നീട് വിശ്രമം നൽകിയതോടെ ഒരു കാര്യം ഉറച്ചു. അടുത്ത മത്സരങ്ങൾക്കായി ഇന്ത്യ ഇഷാന് സീറ്റ് മാറ്റിവച്ചു കഴിഞ്ഞു എന്ന്. സന്നാഹ മത്സരം അല്ലായിരുന്നുവെങ്കിൽ കീപ്പിങ്ങിന് പോലും സഞ്ജുവിനെ ഒരുപക്ഷെ ഇറക്കില്ലായിരുന്നുവെന്ന് ചുരുക്കം. ഓപ്പണറായുള്ള സഞ്ജുവിൻ്റെ പോരാട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ലോകകപ്പിലെ പ്രധാന മത്സരങ്ങൾക്ക് ഓപ്പണർ സ്ഥാനവും കീപ്പിങ്ങും പോലുള്ള പ്രഥമ പരിഗണന സഞ്ജുവിന് ഇനിയൊരു പക്ഷേ ലഭിക്കുകയുമില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അന്തിമ 11-ൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഭാഗ്യം. വെടിക്കെട്ട് വീരൻ അഭിഷേക് ശർമ്മയെ കാഴ്ചക്കാരനാക്കി 7 പടുകുട്ടൻ സിക്സറുകളും 2 ഫോറുകളുടെയും അകമ്പടിയോടെയാണ് ഇഷാൻ കത്തിക്കേറിയത് ഈ സന്നാഹ മത്സരത്തിൽ. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ ടീമിൽ നിന്ന് നേരിട്ട അവഗണനകൾക്ക് കണക്ക് ചോദിക്കും വിധമായിരുന്നു ഇഷാന്റെ സംഹാരതാണ്ഡവം. 20 പന്തിൽ 53 റൺസ് എടുത്തിട്ടാണ് ഇഷാൻ ക്രീസ് വിട്ടത്. ലോകകപ്പിലെ പ്രധാന മത്സരങ്ങൾക്കുള്ള ശക്തി ബാക്കി വെച്ചുകൊണ്ട് ബാറ്റ് തൽക്കാലത്തേക്ക് താഴെ വെച്ചു താരം. പക്വതയോടെ മറുവശത്ത് ബാറ്റേന്തി അഭിഷേകും ഇഷാന് പിന്തുണ നൽകുകയായിരുന്നു. പിന്നീടെത്തിയ ബാറ്റർമാരും ഇന്ത്യയുടെ റൺ വേഗം താഴേക്ക് പോകാതെ പിടിച്ചു നിർത്തി. ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിയത് 241 റൺസിന്റെ വിജയലക്ഷ്യം. 265 എന്ന അവിശ്വസനീയ സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇഷാൻ റൺസ് വാരിക്കൂട്ടിയത്. അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ ടീമിലെ മറ്റുള്ളവർക്കും അവസരം നൽകാൻ വേണ്ടി ഇഷാൻ റിട്ടയർഡ് ഹട്ട് ആവുകയായിരുന്നു. പിന്നീട് ടീം ഇന്ത്യയെ സംബന്ധിച്ച ഇനിയും സഞ്ജുവിന്റെ ആരാധകരുടെയോ വികാരം മാനിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല. പ്രാക്ടിക്കലായിട്ട് തന്നെയാകും ഇനി ടീം മുന്നോട്ട് പോവുക. സഞ്ജുവിന് അവസരങ്ങൾ നൽകിയിട്ടും അത് മുതലാക്കാനായില്ല. ഇഷാനാകട്ടെ ഓപ്പണറായും കീപ്പറുമായും ഒക്കെ കിട്ടിയ അവസരങ്ങൾ പരമാവധി മുതലാക്കി തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ന്യൂസിലൻഡിനെതിരെ സമാപിച്ച 5 മത്സരങ്ങളുടെ T20 പരമ്പര അവസാനിച്ചപ്പോൾ തന്നെ T20 ലോകകപ്പിൽ സഞ്ജു സാംസന്റെ റോൾ എന്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഈ ഒരു സന്നാഹ മത്സരത്തിലും അവസരം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ സ്ഥാനം 1-ൽ നിന്ന് 8-ലേക്ക് വീഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് സഞ്ജുവിനൊരു മുന്നറിയിപ്പ് കൂടിയാണ്. മറ്റു ബാറ്റർമാരുടെ പ്രകടനം വിലയിരുത്തേണ്ട സാഹചര്യം മനസ്സിലാക്കിയ ഗംഭീർ സഞ്ജുവിനെ താഴേക്ക് ഇറക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. 10-ൽ താഴെ ശരാശരിയിൽ പരമ്പരയിലുടനീളം തപ്പിത്തറങ്ങിയ സഞ്ജു നേടിയതാകട്ടെ വെറും 46 റൺസാണ് ന്യൂസിലൻഡിനെതിരെ. 5 അവസരങ്ങൾ ലഭിച്ച സഞ്ജു നേടിയ ഉയർന്ന സ്കോർ വെറും 24 റൺസ്. ഹോം ഗ്രൗണ്ടായ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിലെങ്കിലും സഞ്ജു ഫോം വീണ്ടെടുക്കുമെന്ന് കരുതിയിരുന്നതാണ് എല്ലാവരും. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ലോകകപ്പിൽ ഉറച്ചിരുന്ന സ്ഥാനം ഇളകിയതും ഇതോടെയാണ്. പിന്നാലെയാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ പുതിയ ഓപ്പണിംഗ് ജോഡികളെ പ്രഖ്യാപിച്ചതും. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇഷാൻ കിഷൻ ഓപ്പൺ ചെയ്യുമെന്ന ടോസിന് പിന്നാലെ നായകൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയതോടെ സഞ്ജുവിന്റെ കാര്യത്തിൽ ശരിക്കും തീരുമാനമായി. വീണ്ടും വാട്ടർ ബോയ് പോസ്റ്റിലേക്ക് സഞ്ജു എത്തിപ്പെടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതേസമയം സഞ്ജുവിന് ഇനിയും ഒരു ചെറിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇനിയും സജീവമാകാത്ത USA-ക്കെതിരെയാണ്. ഓപ്പണിംഗ് പൊസിഷൻ നൽകാനിടയില്ല എങ്കിലും അന്തിമ 11-ൽ ഒരു അവസരം കൂടി ഒരുപക്ഷെ സഞ്ജുവിന് ടീം നൽകിയേക്കും. ഇവിടെ കൊടുങ്കാറ്റായാൽ പതറി നിൽക്കുന്ന സഞ്ജു ആരാധകരും സഞ്ജുവിനെ അനുകൂലിക്കുന്ന ക്രിക്കറ്റ് നിരീക്ഷകരും സടകുടഞ്ഞ് എഴുന്നേൽക്കും. വിമർശകരുടെ വായടപ്പിക്കും. സഞ്ജുവിനെ തള്ളിപ്പറയുന്നവർ ഒന്ന് ആലോചിക്കേണ്ടത് എല്ലാ സൂപ്പർ താരങ്ങളും കടന്നുപോയ വഴിയിൽ കൂടെയാണ് സഞ്ജുവും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. സച്ചിനും സെവാഗും ധോണിയും ഈ സമ്മർദ്ദഘട്ടം അതിജീവിച്ച് തിരികെ എത്തിയവരാണ്. ഒരൊറ്റ മത്സരത്തിലൂടെ സഞ്ജു തന്റെ കഷ്ടകാലത്തെ മറികടന്നെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.